വന്നതും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവുകൾ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം എന്റെ പ്രഭാകരേട്ടാ, നമ്മൾ ഈ സ്നേഹം മരണം വരെ ഉണ്ടാവോ? ഞാൻ മരിച്ചു നീ വേറെ കല്യാണം കഴിച്ചു പോടി. ഈ വയസ്സാം കാലത്ത് മുട്ടുവേദന എടുത്തിരിക്കുന്ന ഞാനാ. ഓ ഭാഗ്യം, എനിക്ക് മുട്ടുവേദനയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഒന്നുമില്ല. എനിക്ക് അതല്ല സംശയം, ഗൾഫിലുള്ള നമ്മളെ വല്ല വൃദ്ധസദനത്തിലാക്കുവോ എന്തോ. എന്താ മനുഷ്യ? അല്ല, വൃദ്ധസദനത്തിൽ പോയാൽ നമ്മളുടെ പ്രായമുള്ള കുറെ പെണ്ണുങ്ങളെയൊക്കെ കാണാമല്ലോ. ഇത്തിരി വയസ്സായെങ്കിലും ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷെ ഈ കണ്ണട വെക്കാതെ നോക്കണം നിന്നെ. അപ്പൊ നിങ്ങളെ മനസ്സില് ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലേ? ഇല്ലേ ഇല്ല. എന്നാൽ നീ തലയിൽ തൊട്ട് സത്യം ചെയ്യ്. നീയാണ് സത്യം, നീ അല്ലാതെ വേറെ പെണ്ണ് എന്റെ മനസ്സിലില്ല. എന്നാ നിങ്ങൾ അമ്മയെ പിടിച്ച് സത്യം ഇട്. അഞ്ചു മഞ്ജു സന്നിധാ മനുഷ്യ അറപ്പിക്കല്ലേടി, ബാക്കിയും കൂടെ എണ്ണട്ടെ. മനുഷ്യ, ആ ഈ ഭയം വേണം നിങ്ങൾക്ക്. എനിക്കെന്താ നിങ്ങൾ ഇത്രയ്ക്ക് ഇഷ്ടം അറിയോ? അറിയോന്ന്? ഇല്ല. ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും ഇതുപോലെ മിണ്ടാതെ നിൽക്കുന്നോണ്ടാ. അത് പിന്നെ കൊടുങ്കാറ്റടിച്ച് എത്ര വലിയ മരമായാലും ഒന്ന് കുനിയും. ഇതെന്താ ചുമയാ മനുഷ്യ? കഴിഞ്ഞാഴ്ച ഇതിലും നല്ല ചുമയായിരുന്നു. നീ കണ്ണു വെച്ച് എന്റെ ചുമന്റെ പഞ്ച് കുറഞ്ഞു. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞതല്ലേ രാവിലെ എണീച്ച് നടക്കാൻ പോവേ? അതിന് ഞാൻ നടക്കാറുണ്ടല്ലോടി. എവിടെ നടക്കുന്നേ നിങ്ങള്? നെറ്റ് ഇട്ടാത്തപ്പോ മൊബൈലും വെച്ച് ഈ വീട്ടിന്റെ ചുറ്റും എത്ര തവണ നടക്കാറുണ്ടോന്ന് അറിയോ? എന്നാ ഞാനും വരുന്നു നടക്കാൻ. ഹിന്ദി വണ്ണൊന്ന് കുറച്ചൊരു സ്ലിം ബ്യൂട്ടി ആവണം. നീ നടക്കാനൊന്നും പോണ്ടടി. നീ ഇങ്ങനെ അഞ്ചാ മതി, നിന്റെ വണ്ണവേ കുറയും. ഇങ്ങനെ ആക്കി എങ്ങനെ വണ്ണം കുറയാനാ? 4 നേരം ഭക്ഷണം വെക്കുമ്പോഴേ ഇങ്ങനെ ആക്കിയാ മതി. എനിക്ക് വേണ്ടാന്ന്. അപ്പൊ നിന്റെ വണ്ണവേ തനിയെ കുറയും. അപ്പുറത്തെ രാജന്റെ ഭാര്യ അവൻ എല്ലാ ദിവസവും വെളുപ്പാൻ കാലത്ത് നടക്കാൻ വിടും. ആ രാജൻ അറിയാം, അവള് നടക്കാൻ പറ്റും നേരെ ഇങ്ങ് തിരിച്ചു വരും. പക്ഷേ എനിക്ക് ഉറപ്പില്ല. മനുഷ്യ, നിങ്ങൾക്കറിയോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീട് നോക്കുന്നേന്ന്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഈ കഷ്ടപ്പാട് കേൾക്കുന്ന നിനക്കറിയോ? പറഞ്ഞ സമയം പോലും അറിഞ്ഞില്ല. ഈ ജുബ്ബയും മുണ്ടും മാറി എനിക്ക് പെൻഷൻ മേടിക്കാൻ പോണം. എന്തേ ജുബ്ബയും മുണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് പെൻഷൻ തരൂലേ? എടി, ഈ ജുബ്ബയും മുണ്ടൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആടി. പിന്നെന്താ നിങ്ങളെ പുതിയ പാഷൻ? വെയിറ്റ് ആൻഡ് സീ. ഇതെന്താ പുതുമന്നയാൾക്ക്? നിങ്ങളെ ജുബ്ബ നിലക്ക് എന്നെ കൊണ്ടുപോയ നിങ്ങൾ പോയി അലക്കിക്കോ. ഇതെന്താ കത്തോ? എന്റെ പ്രിയപ്പെട്ട പ്രഭയ്ക്ക് പ്രഭാകരനെ പ്രഭയെന്നോ? നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആ സുവർണ കാലഘട്ടം മറക്കാനാവുമോ? അന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു. അന്ന് നമ്മൾ ഒരുമിച്ച് കോവളം ബീച്ച് കാണാൻ പോകണമെന്ന ആഗ്രഹം നടന്നില്ല. ഇന്ന് ആ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നിന്റെ ആ പഴഞ്ച ചുബ്ബും മുണ്ടും മാറ്റി ഒരു ഫ്രീക്കൻ സ്റ്റൈലിൽ വേണം വരാൻ എന്ന് രജനി. ശ്വേതക്കൊച്ചേ, എന്റെ കെട്ടിയം വഴി പിഴച്ചു പോയി. ഇതെന്താ മനുഷ്യ? എടി, ഇതാണ് ഫ്രീക്കൻ. ഇത് ഫ്രീക്കൻ അല്ല, ക്രാക്കൻ. എടി, കാലം മാറുന്നനുസരിച്ച് ഇതുപോലെ കോലം മാറണം. കോലം മാറിക്കോ, പക്ഷെ ഇതുപോലെ കോലം കെട്ടാതിരുന്നാ മതി. എടി, ഇതാണ് തന്ത വൈബ്. തന്ത വൈബല്ല, ഇത് മോണ വൈബ്. ഒച്ച പല്ലില്ല. എടി, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ഇതെന്താ മനുഷ്യ? പേപ്പർ? അതല്ല, അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് അത് വായിച്ചാലല്ലേ മനസ്സിലാവും. ഞാൻ ഇത് വായിച്ചപ്പോ വരക്കപ്പോ അല്ല, ഞാൻ ഇത് വായിച്ചപ്പോ ചുമയാ. രജനി, അപ്പൊ നീ അതെല്ലാം അറിഞ്ഞല്ലേ? ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. എന്റെ ചങ്കാണ് രജനി. നിങ്ങളെ ചങ്ക് ഞാൻ തകർക്കും.
ഞാനും രജനിയും കൂടെ കോവളം ബീച്ച് കാണാൻ പോകുന്നു. ഈ വീട്ടില് 3 നേരം വെച്ച് വിളമ്പി തന്നെ എന്നോട് നിങ്ങള് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? സുഖമാണ്. ഇതാ എപ്പ ചോദിച്ചാലും സുഖമല്ല സുഖമല്ലെന്നേ പറയൂ. പിന്നെ ഞാനെന്ത് ചെയ്യാൻ? എന്നാലും നിങ്ങൾ ഈ രജനി അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നല്ലേ? എടി അത് അവളല്ല, അവൻ എന്റെ കൂടെ പച്ച രജനി നാഥ്. ഞാനും അവനും കൂടെ കോവളത്ത് പോകുന്നെന്നാ പറഞ്ഞേ. അശ്ശോ, രജനി നാഥായിരുന്നോ? ശ്വേതക്കൊച്ചേ, നേരത്തെ പറഞ്ഞത് തിരിച്ചെട്. എന്നെ കെട്ടിയ മടി പിടിച്ച് പോയിട്ടില്ലേ? എന്നെ കെട്ടിയ പാവാടാ. പാവാടയാ? പാവാടല്ല, ചുരിദാറ്. നിങ്ങൾക്ക് നാണില്ലേ മനുഷ്യ ഇത്ര ചെറിയ ഡ്രസ് ഇട്ടിട്ട് ബീച്ചിൽ പോവാൻ? ഇതിനെല്ലാം ചെറിയ ഡ്രസ് ഇട്ടോണ്ടാ അവിടെ മദാമ്മമാര് വരുന്നത്. നിങ്ങള് പുതിയ ഡ്രസ് വാങ്ങിട്ട് എനിക്കൊരു ഡ്രസ് വാങ്ങി തന്നോ? അതിന് നിനക്കൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ. മനുഷ്യ, നിങ്ങളല്ലാതെ വേറൊരു പുള്ളിയും എന്റെ മനസ്സിലില്ല. ഓടി അതല്ല, നിനക്കില്ലേ കറുത്ത ഉള്ളിലുള്ള ഒരു സാരി? ആ സാരി ഉടുത്ത് നീയും പാടി നമുക്ക് കടല് കാണാൻ പോവാം. അയ്യോ, കടലിൽ തിരമാല ഇരിക്കുന്നത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ടടി, തിരമാല നീയും ഒരുപോലെയാ. അതെങ്ങനെ? ഇങ്ങനെ ഇരച്ചോണ്ട് വരുമ്പോ നമ്മൾ മിണ്ടാതെ അങ്ങ് നിന്നാ അത് അടുത്ത് വന്നേച്ചു മിണ്ടാതെ അങ്ങ് വെക്കോളൂ. നിങ്ങൾ വയസ്സിനാണെന്നുള്ള ചിന്ത ഉണ്ടോ മനുഷ്യ? അതിന് എനിക്ക് വയസ്സായില്ലല്ലോ. പിന്നെ തലയിൽ കാണുന്ന നരയാ? അത് നിന്നെ സഹിച്ചെന്നെ എനിക്ക് കിട്ടിയ മെഡലാ. ആ, നിനക്കും ചെറിയ മെഡലൊക്കെ കിട്ടി തുടങ്ങി. ആ, അപ്പൊ പറഞ്ഞ പോലെ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കോവളം കണ്ടിട്ട് വരാം. നിക്കവിടെ. എന്തോ? ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് ആരാ? ഈ വീട്ടിലെ തീരുമാനം എടുക്കുന്ന ഞാനാ. പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് നീ. എന്നാലേ ഈ വീട്ടിലെ പുലി ഞാനാ. എങ്കിലേ ഈ പുലിയുടെ കൂടെ അടയ്ക്കുന്നതും തുറക്കുന്നതും ഞാനാ. അതുകൊണ്ട് പോയി തെങ്ങില് വളമെടുക്ക മനുഷ്യ. അപ്പന്റെ കോവളോ ഗോ വളം. കഴിഞ്ഞ ഓ മൈ ഗോഡ്, നമ്മൾ പറയില്ലേ മഹാന്മാരുടെ കാല് തൊട്ട് വന്ദിച്ച് നമ്മൾ മുന്നോട്ട് സത്യം വരാൻ അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് ഇപ്പോൾ എനിക്ക് ഓ മൈ ഗോഡ്, ഒരു 5% എനിക്ക് തരുമോ കഴിവ്? എന്തോരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു, എന്തോരു അഭിനയായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്മളല്ലേ അസാധ്യം. മോനെ നീ സൂപ്പർ ആയിരുന്നുടാ. നീ ഒരു യോയോ അപ്പനായിരുന്നു. അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മക്കളെ നമ്മള് എന്താണ് അവിടെ ഇങ്ങോട്ട് വാടാ മക്കളെ, ഇങ്ങോട്ട് വാ എല്ലാരും. രണ്ടുപേരും അടിപൊളിയായിട്ട്. ശിവനെ ഇവന്റെ ഫേസിലോട്ട് എല്ലാരും നോക്കണേ. നമ്മളെ പുലിമുരുകനിലെ മകരന്ത് ദേശ്പാണ്ഡെ ഇല്ലേ, അതായത് ലോകത്തിൽ ഒന്നേ കാണും ഇത് ചേർത്ത് പിടിച്ചോളൂ പറഞ്ഞ പട്ടാള ഡ്രസ്സൊക്കെ ഇടും. കറക്റ്റ് മകരന്ത് ദേശ്പാണ്ഡെ. ഈ തൻവിക ഉണ്ടല്ലോ, ഏതൊക്കെയോ നടിമാരുടെ മിനിയേച്ചർ ഒരുപാട് നമ്മൾ കണ്ട് പരിചയമുള്ള സിനിമയിലൊക്കെ. സത്യം. അത് മാത്രമല്ല ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ആൻഡ് പെർഫോമൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓരോ എക്സ്പ്രഷൻ, ഡയലോഗ് ഡെലിവറി. അല്ല അത് മാത്രല്ല, നമ്മളുടെ ഇവിടുത്തെ കുട്ടികളുടെ ഈ ഒരു കുറെ കുട്ടികളുണ്ടല്ലോ, എല്ലാവരും അസാധ്യം. അതിന് ഞാൻ പറയണം, ആദ്യമായിട്ട് ഗ്രൂമേഴ്സിന് ഞാൻ പറയാം, നമ്മളെല്ലാവരും ഹാറ്റ്സ് ഓഫ് ചെയ്യണം. യു ഡൺ സച്ച് ഗുഡ് ജോബ്. എന്തായാലും ഭയങ്കര സന്തോഷം.
നമ്മളൊരു നല്ല എല്ലാ സ്ക്രിപ്റ്റും നല്ലതാണ്, പക്ഷെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റാണ്. വി ഫീൽ സോ പ്രൗഡ് ടു സീ ഗുഡ് ആർട്ടിസ്റ്റ്. അതെ, ഇപ്പൊ നമ്മൾ ഇവരുടെ വീട്ടിലാ വന്നേക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോകണ്ടേ? ഒന്ന് ചാടിയാലോ എല്ലാവർക്കും കൂടെ? 1 2 3. ഇപ്പഴാ സമാധാനായത്. ചേച്ചി, നമ്മൾ ചിരിപ്പിച്ച് ബാറ്ററി ഓൺ ആക്കി വിട്ടിട്ടുണ്ട്. പിന്നെ? ആ ബാറ്ററി എത്രത്തോളം കയറി എന്നുള്ള ഇനി നമുക്ക് നോക്കണ്ടേ? വേണോ വേണ്ടേ? ചേച്ചി പറയുന്ന പോലെ നമുക്ക് ഫുള്ള് നമ്മുടെ കൊടുത്താലോ? മനസ്സും നമ്മൾ ആസ് എ സ്കിറ്റ് എന്നുള്ള രീതിയിൽ ഇത് 150 അല്ല, ബാറ്ററി ഓവർലോഡ് ആയി ബേസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലും യെസ്, ഈ ഷോന്റെ ഒരു ഭാഗമായിട്ട് എത്രത്തോളം ഇനി ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ലൊരു കേൾക്കമാണ്. അടിപൊളി പൊളി പൊളി പൊളി. നിങ്ങൾ ശരിക്കും കൊടുക്കൂ. ഇവർ ക്യാരക്ടറിൽ നിന്ന് വിട്ട് കഴിഞ്ഞാ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെ ഈ പ്രായത്തിൽ നമ്മള് അമ്മേരെ ഉരുവാപ്പാട്ട് 30 രൂപ മോട്ടിക്ക് അവര് 30,000 രൂപ സ്കിറ്റുകൾ 30 പോലും അറിയില്ല. ഉലുവാപ്പാട്ടേ കണ്ടില്ല നമ്മളാ സമയത്ത്. നമുക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. ചേച്ചി, നമുക്കിനി പൈസ കൊടുക്കണ്ടേ? പിന്നെ. ബാങ്ക് റെഡിയാണോ? റെഡിയാണ്. പൈസ ഇട്ടോളൂ ചേച്ചി. ആഘോഷിക്കാം. ഇവളുടെ ചിരി കാണുമ്പോഴാണ് രക്ഷയില്ല കേട്ടാ. ചിരിയിടയ്ക്ക് ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതും കൂടെ ഉണ്ട്. കണ്ണോണ്ടുണ്ട് ഇങ്ങനെ കണ്ണ് ചിമ്പോള്. ചിലപ്പോ നമുക്ക് ചില കുട്ടികളെ കടിച്ചൊക്കെ തിന്നാൻ തോന്നുന്നു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് തോന്നണം. അവളെ മാറ്റിയെടുത്ത്, അവളെ മാറ്റിയെടുത്ത്. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.